കറുപ്പിനഴക്. രചന ആസിയ തിരൂർ. അവതരണം റംഷാദ് കൈമലശ്ശേരി. ഒരു പെണ്ണ് കാണൽ. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ഒരു ഏരിയ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ അവരെ കണ്ടത്. എപ്പോഴും നല്ല തമാശ പറഞ്ഞും ചിരിപ്പിച്ചും മറ്റുള്ളവരുടെ ബോറടി മാറ്റി സന്തോഷം പകരുന്ന അവരിൽ വല്ലാത്തൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ മുഖം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പോലെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു. എൻ്റെ അറിവിൽ സാമ്പത്തികമായി ഒരു പ്രയാസവും അവർക്കില്ല. സ്നേഹമുള്ള ഭർത്താവും മക്കളും. പിന്നെ എന്തു പറ്റി അവർക്ക്? മാനസികമായി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് അവരുടെ മുഖം കണ്ടാലറിയാം. ഇടവേളയിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്നിരുന്നു. സംസാരത്തിനിടയിൽ അവർ മനസ്സ് തുറന്നു. വിവാഹപ്രായമായ അവരുടെ മകളാണ് അവരുടെ ദുഃഖത്തിന് കാരണം. വരുന്ന ആലോചനകളെല്ലാം ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടാതെ മുടങ്ങുന്നു. അവർ പറഞ്ഞു, കാണാൻ വയ്യ എൻ്റെ മോളുടെ മുഖം. പുറമേക്ക് എത്ര ചിരിച്ചാലും അവളുടെ ഉള്ളം തേങ്ങുന്നുണ്ടാവില്ലേ? അവരുടെ മകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്പം ഇരുണ്ട നിറമാണെങ്കിലും സുന്ദരിയും സൽസ്വഭാവമായ പെൺകുട്ടി. പക്ഷേ എല്ലാ ചെറുപ്പക്കാരും നോക്കുന്നത് തൊലിവെളുപ്പാണ്. ഞാൻ അവരോട് പറഞ്ഞു, ബേജാറാവണ്ട, പടച്ചവൻ നിശ്ചയിച്ച ഒരു സമയമില്ലേ എല്ലാത്തിനും. എൻ്റെ മോളും എന്നോട് പറയുന്നത് ഇത് തന്നെയാണ്. ഉമ്മ, അള്ളാഹു എനിക്കായി നിശ്ചയിച്ച ആള് എന്നെ കാണാൻ വന്നാൽ ആർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടും. അവള് ദൃഢനിശ്ചയമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ആ ഉമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവൾ പലരുടെ മുന്നിലും പോയി നിന്നു. ആർക്കും അവളെ ഇഷ്ടമായില്ല. ഈ കഥ കേൾക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ദിവസം ഒരു സുന്ദരനായ ചെറുപ്പക്കാരനും അവൻ്റെ സഹോദരിയും അവളെ കാണാൻ വന്നു. പതിവ് പോലെ അവൾ ചായയും പലഹാരങ്ങളുമായി അവർക്ക് മുന്നിൽ വന്നു നിന്നു. അവൾക്ക് മടുത്തു പോയിരുന്നു ഇങ്ങനെ ഒരു ചടങ്ങ്. ചെറുക്കന് വെളുത്ത സുമുഖനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു പ്രതീക്ഷയും തോന്നിയില്ല. സുമുഖനായ ആ ചെറുപ്പക്കാരനെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൻ അവളെ കണ്ടതും അവൻ്റെ മുഖം മ്ലാനമായത് അവൾ ശ്രദ്ധിച്ചു. എന്നാലും അവൾ അള്ളാഹുവിനോട് ആകെ നൊന്ത് പ്രാർത്ഥിച്ചു, ഇനിയും ഇതുപോലെ അണിഞ്ഞൊരുങ്ങി ആരുടെ മുന്നിലും വന്ന് നിൽക്കാൻ ഇടവരുത്തരുതേ എന്ന്. തന്നെ കാണാൻ വന്ന രണ്ടു പേർക്കും തന്നെ ഇഷ്ടമായില്ലെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കി. അവൾ നിരാശയോടെ അകത്തേക്ക് പോയി. വന്നവർ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു യാത്ര പറഞ്ഞു. പെട്ടെന്ന് പെൺകുട്ടി അവൻ്റെ സഹോദരിയോട് എനിക്കല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി. അവൾ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ വിവരമൊന്നും അറിയിക്കണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യത്തേതല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രയാസമില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് എന്നെപ്പോലെ കറുത്തിട്ടല്ല. നിങ്ങൾക്ക് തീർച്ചയായും അവളെ ഇഷ്ടപ്പെടും. അവള് സുന്ദരിയാണ്, പിന്നെ സൽസ്വഭാവിയും. അവൾ അലമാരയിൽ നിന്നും ആൽബം പുറത്തെടുത്ത് അതിൽ നിന്നൊരു ഫോട്ടോ പരിച്ചെടുത്ത് അവരെ കാണിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ സുന്ദരിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. ഇദ്ദേഹത്തിന് നല്ല ചേർച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അവൾ തൻ്റെ കൂട്ടുകാരുടെ വീടും സ്ഥലവും അവർക്ക് പറഞ്ഞു കൊടുത്തു.
അവർ രണ്ടുപേരും ഫോട്ടോ വാങ്ങി നോക്കി. ഫോട്ടോ നോക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായി, വളരെ വളരെ ഇഷ്ടമായി. അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളെ തിളക്കം അവന് ശരിക്കും കണ്ടു. അവൻ പറഞ്ഞു, ഈ പെൺകുട്ടിയല്ല, നിന്നെയാണ് എനിക്കിഷ്ടമായത്. നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ. തന്നെ ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരാൾക്ക് സുന്ദരിയായ തൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന ആ മനസ്സിൻ്റെ സൗന്ദര്യം ഉണ്ടല്ലോ, അതാണ് നിന്റെ സൗന്ദര്യം. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും കാണാം. ആ സഹോദരങ്ങൾ നിറഞ്ഞ മനസ്സോടെ അവരോട് യാത്ര പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, വെറും തൊലിവെളുപ്പും സൗന്ദര്യവും മാത്രം നോക്കാതെ ദീനും വെളുത്ത ഹൃദയമുള്ള സുന്ദരമായ മനസ്സുള്ള ഇണയെ കണ്ടെത്തുക. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.